ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഭാരതം കണ്ട ഏറ്റവും വലിയ മതപീഡനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 2008 ഒറീസയിലെ കാൻഡമാനിൽ നടന്ന മതപീഡനമാണ്. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 250ഓളം ക്രിസ്ത്യാനികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അനൗദ്യോഗിക കണക്കുകൾ അതിലും കൂടുതലാണ്. അനേകം വീടുകൾ കത്തിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഒറീസയിലെ വളരെ പ്രധാനപ്പെട്ട കാൻഡമാനിലെ ഒരു സന്യാസി, ലക്ഷ്മണാനന്ദ എന്ന പേരുള്ള സന്യാസി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ക്രിസ്ത്യാനികളാണ് എന്ന് മുദ്രകുത്തി ആ മൃതശരീരം വഹിച്ചുകൊണ്ട് വരുന്ന ആ വഴികളിൽ മുഴുവൻ ഉള്ള പള്ളികളും ക്രിസ്ത്യാനികളുടെ വീടുകളും കത്തിച്ച് ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് വധിച്ച്, ഒരുപക്ഷെ ആദിമ കാലഘട്ടത്തിൽ റോമിലുണ്ടായിരുന്ന ആ പീഡനത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇവിടെ ഈ കണ്ടമാനിലെ പീഡനങ്ങൾ അരങ്ങേറിയത്. അവിടെ പോലീസും ഗവൺമെന്റും എല്ലാം വെറും നോക്കുകുത്തികളായി നിന്നുപോയൊരു സമയമായിരുന്നു. അനേകം ക്രിസ്ത്യാനികൾ ആ സമയത്ത് വനാന്തരങ്ങളിലേക്ക് ഓടിപ്പോയി. ഒരു 50-ലധികം പള്ളികൾ കത്തിക്കപ്പെട്ടു. അതിലേറെ കോൺവെന്റുകൾ നശിപ്പിക്കപ്പെട്ടു. ആതുരാലയങ്ങളെ കത്തിച്ചു. അതുപോലെ ക്രൈസ്തവരുടെ ഗ്രാമങ്ങൾ കൂട്ടത്തോടെ തീയിട്ടു. അങ്ങനെ ഭീകരമായ പീഡനമാണ് ഈ 2008 കാൻഡമാനിൽ അരങ്ങേറിയത്. അന്ന് അവിടുത്തെ ജനങ്ങളോടൊപ്പം കാട്ടിലേക്ക് ഓടിപ്പോയ ഒരു കന്യാസ്ത്രീയെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാണാനിടയായി. ആ സിസ്റ്റർ പറയുകയാണ്, കാട്ടിൽ 2 മാസമാണ് അവർ താമസിച്ചത്. 2 മാസം പുഴയിലെ വെള്ളം കുടിച്ച്, കാട്ടിലെ കായ്ക്കനികൾ ഭക്ഷിച്ച്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കാവൽ നിന്നത് ആനയും ചെന്നായിയും കരടിയുമൊക്കെയായിരുന്നു കാവൽ നിന്നിരുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വിശേഷമൊന്നുമല്ല. ഒരു 10-12 അല്ലെങ്കിൽ ഒരു വളരെ ചുരുങ്ങിയ കാലഘട്ടം മുമ്പ് നടന്ന സംഭവമാണ്. അങ്ങനെ ഭീകരമായ പീഡനങ്ങൾക്ക് ശേഷം ഒരു അറുതി വന്നപ്പോൾ ഈ ക്രിസ്ത്യാനികള് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അവർ കണ്ടത് ഭീകരമായ കാഴ്ചയാണ്. അവര് കഷ്ടപ്പെട്ട് പടുതുയർത്തി അവരുടെ വീടുകൾ കത്തിച്ച് അഗ്നിക്കിരയാക്കിയിരിക്കുന്നു. അവർ പൊന്നുപോലെ കരുതി അവരുടെ ദേവാലയങ്ങളെ കത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു രോഷം കൊണ്ട് അവർ ജ്വലിക്കുന്ന സമയമാണ്. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ഈ ക്രിസ്ത്യാനികൾ അവിടെയുള്ള ഹൈന്ദവരുടെ വീടുകളിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പ്രയാസവുമില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു രോഷവുമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നമുക്ക് വീണ്ടും നല്ല അയൽക്കാരെ പോലെ ജീവിക്കാം. അവിടെയുള്ള ഹിന്ദുക്കള് കണ്ണ് നിറഞ്ഞ് കരഞ്ഞു. അവർ പറഞ്ഞു, ഇതുപോലെ ഒരു ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം, അത് ഞങ്ങളുടെയും ദൈവമാണ്. അങ്ങനെ അനേക ആയിരങ്ങളാണ് ഇന്ന് കണ്ടമാനിൽ വിശ്വാസം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹൈന്ദവര് ക്രിസ്ത്യാനികളോട് ചേർന്ന് അവിടെയുള്ള ദേവാലയങ്ങൾ പുനരുദ്ധരിച്ചു. അവരുടെ വീടുകൾ ഇവർ തന്നെയാണ് പണിതു കൊടുക്കുന്നത്. 2 വർഷം മുമ്പ് ഒറീസയിലെ കണ്ടമാൻ സന്ദർശിക്കാനിടയായ അവസരത്തിൽ എനിക്ക് മനസ്സിലായി, കർത്താവ് വലിയ ഒരു അത്ഭുതമാണ് ഈ കണ്ടമാനിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ കരുത്തായി മാറി. ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് തന്നെ 20-ലേറെ വിഷൻ സ്റ്റേഷനുകൾ അവിടെ കടന്നു വന്നു. ഒരുപാട് പേര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അനേകര് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതിലേക്ക് നയിച്ച ഒരു ഏക കാരണം എന്ന് പറയുന്നത് ഇവരുടെ ശത്രു സ്നേഹമാണ്. ഇവരെ ഉപദ്രവിച്ച, ഇവരെ ദ്രോഹിച്ച, ഇവരുടെ വീടുകൾ കത്തിച്ച, ഇവരുടെ കൃഷിയിടങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയ, ഇവരുടെ പ്രിയപ്പെട്ട ദേവാലയങ്ങൾ തകർത്തവരോട് ഒരിക്കലും പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറിയില്ല.
2 വർഷം മുമ്പ് കണ്ടമാനിൽ എത്തിയപ്പോൾ ഞാൻ അവിടെയുള്ള അച്ഛനോട് ചോദിച്ചു, 250ഓളം രക്തസാക്ഷികൾ ഇവിടെ ഉണ്ടായതല്ലേ, ഇവിടെ ഒരു സ്ഥലത്ത് പോലും ഒരു രക്തസാക്ഷികളുടെ പേരെഴുതി വെച്ച ഒരു സ്തൂപം പോലും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണ്. ഇങ്ങനെ ഞങ്ങൾ ഈ രക്തസാക്ഷികളെ ഉയർത്തിപ്പിടിച്ചു നടന്നാൽ ഞങ്ങളുടെ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേദന തോന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള സ്മാരകങ്ങളൊന്നും പണിയുന്നില്ല. വീണ്ടും ഞാൻ അവിടെ പാസ്റ്റർ സെന്ററിൽ ചെന്നപ്പോൾ അവിടെ കത്തിച്ച് ചാമ്പലായി കിടക്കുന്ന ഒരു സ്കെൽട്ടൻ മാത്രമായിട്ടുള്ള ഒരു ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. അത് ഈ കലാപത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം അവർ കത്തിക്കുകയാണ് ചെയ്തത്. അതാ കലാപത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ പാസ്റ്റർ സെന്ററിൽ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലും പുറത്തേക്ക് ഇറക്കുവാനോ അല്ലെങ്കിൽ അതൊരു സ്മാരകമായിട്ട് വലിയൊരു സ്മാരകമായിട്ട് വെക്കാനൊന്നും അവർ തയ്യാറല്ല. അവർ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് വെക്കാൻ വേണ്ടി മാത്രം അതൊരു സൈഡിൽ വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അതായത് പരിപൂർണമായി ക്ഷമിച്ച ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഇതുമാതിരി ക്ഷമിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ആദിമ ക്രൈസ്തവരാണ്. അവരെ കൊല്ലാൻ വന്ന ആരാധകന്മാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടാണ് അവരെ കഴുത്ത് നീട്ടിക്കൊടുത്തത്, ഞങ്ങളെ കൊന്നോ എന്ന് പറഞ്ഞുകൊണ്ട്. അവരെ കൊല്ലാൻ വന്ന ആരാധകന്മാരെ അല്ലെങ്കിൽ അവരെ വെട്ടിക്കൊല്ലാൻ വന്നവരെ ആ ആയുധങ്ങൾ താഴെ വെച്ച് ഈ റോമൻ പടയാളികളോട് പറഞ്ഞു, ഞങ്ങളെയും കൊന്നുകളയുക, കാരണം ഇവർ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, തെറ്റ് ചെയ്താലും പൊറുക്കുന്ന ശത്രു സ്നേഹം, പ്രിയപ്പെട്ടവരെ, ഈശോ ജീവിതത്തിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. ക്രൈസ്തവ സന്ദേശത്തെ മറ്റു സന്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ് ചോദിച്ചാൽ അത് ഈ ശത്രു സ്നേഹമാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സന്ദേശം ഓരോരുത്തരും ഏറ്റുവാങ്ങിയത് ഈ രക്തസാക്ഷികളുടെ ശത്രു സ്നേഹം കണ്ടിട്ടായിരുന്നു. അവരെ കൊല്ലാൻ വന്നവരെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വിശുദ്ധ ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വരിച്ച കാറ്റാടി മലയിലേക്ക് പോവുകയുണ്ടായി. അവിടെ വലിയ ഓർമ്മപ്പെടുത്തലാണ്. ദേവസഹായത്തെ ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചത്, അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കാറ്റാടി മലയിൽ കൊണ്ടുചെന്ന് നിർത്തി. എന്നിട്ട് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ? എന്നെ കൊല്ലാൻ വരുന്നവര്, അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ വരുന്നവര്, അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചവര്, അവരോട് ക്ഷമിക്കണമേ കർത്താവേ എന്നാണ് പ്രാർത്ഥിച്ചത്. അവരോട് ക്ഷമിക്കാൻ പ്രാർത്ഥിച്ചു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ സാക്ഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ 3 തവണ വെടിവെച്ചു. 3 തവണ വെടിവെച്ചിട്ടും ആ വെടിയേറ്റില്ല. അവസാനം പട്ടാളക്കാർ നിസ്സഹായരായി. കാരണം വെടിവെക്കുന്നു, പക്ഷെ ആൾക്കൊന്നും സംഭവിക്കുന്നില്ല. അവസാനം ദേവസഹായം ആ തോക്ക് വാങ്ങി പ്രാർത്ഥിച്ച് വീണ്ടും പട്ടാളക്കാരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ധൈര്യമായി വെടിവെച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത്. ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ തലയുയർത്തി നിൽക്കുന്ന ദേവാലയങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമല്ല, ധ്യാന കേന്ദ്രങ്ങളുമല്ല. ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന ആ സമൂഹത്തിന്റെ സാക്ഷ്യമാണ്, വ്യക്തികളുടെ സാക്ഷ്യമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് വചനോത്സവ മാസികയിൽ വായിച്ച ഒരു സംഭവം ഞാൻ ഒരു സാക്ഷ്യം ഓർക്കുകയാണ്. 2 കുടുംബങ്ങൾ, 2 കുടുംബനാഥന്മാര്. അവരുടെ പേര് വേണമെങ്കിൽ വർഗീസ് എന്നും മത്തായി എന്നും കൊടുക്കാം. അതിന് വേറെ പേരുകളൊക്കെയാണ്. ഈ വർഗീസ് ഏട്ടന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു. 1 വർഷം ഗ്യാപ്പുണ്ട്. 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിട്ടി പിടിച്ചും അല്ലെ മറ്റ് ലഘു നിക്ഷേപ പദ്ധതികളോടൊക്കെ സമാഹരിച്ച് തുക സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കല്യാണത്തിന് 2 മാസമേ ഉള്ളൂ. അപ്പോഴാണ്
ഒന്നുപോലെ കഴിഞ്ഞിരുന്ന കുടുംബമാണ് ഈ വർഗീസേട്ടന്റെയും മത്തായേട്ടന്റെയും കുടുംബം. ഈ മത്തായേട്ടൻ ഈ വർഗീസിന്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്, 2 മാസം കൂടി ഇല്ലേ വിവാഹത്തിന്, എനിക്കൊരു 50,000 രൂപ കടം തരണം. അന്ന് 50,000 രൂപ വലിയൊരു സംഖ്യയാണ്. 50,000 രൂപ കടം തരണം, ഞാൻ 1 മാസത്തിനുള്ളിൽ തരാം, തിരിച്ചു തരാം. അങ്ങനെ ആ സ്നേഹത്തെ പ്രതി തന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന തുകയിൽ നിന്ന് 50,000 രൂപ ഈ മത്തായിക്ക് കൊടുക്കുകയാണ് വർഗീസേട്ടൻ. നിർഭാഗ്യവശാൽ 1 മാസം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് തുക തിരിച്ചു തരാൻ പറ്റിയില്ല. തനിക്കുണ്ടാകുന്ന അപമാനത്തെയും അല്ലെങ്കിൽ തൻ്റെ അയൽപ്പക്കക്കാരനുണ്ടാകുന്ന അപമാനത്തെയൊക്കെ ഭയന്ന് ഇദ്ദേഹം നാടുവിട്ടുപോയി. ഒരു വിവരവും ഇല്ല. പിന്നെ വളരെ കഷ്ടപ്പെട്ട് ഈ വിവാഹം കൊണ്ട് നടന്നു. വിവാഹം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മത്തായിട്ട് തിരിച്ചു വരികയാണ്. ഈ മത്തായി തിരിച്ചു വരുന്നത് കഠിനഹൃദയനായിട്ടാണ്. വർഗീസിനെ കണ്ട ഭാവമില്ല, അത് വീട്ടിലേക്ക് പോവുകയില്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൈസ ചോദിക്കുമ്പോൾ അവൻ ആട്ടിവിടും. നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിന് വല്ല രേഖയുണ്ടോ? അങ്ങനെ ഈ വർഗീസേട്ടൻ മത്തായിയെ വെറുത്തു. ആ 2 കുടുംബങ്ങളും ശത്രുതയിലേക്ക്, വിദ്വേഷത്തിലേക്ക് കടന്നു വന്നു. ഇവരെ അങ്ങോട്ട് പോവുകയില്ല, അവരിങ്ങോട്ട് വരികയില്ല. അങ്ങനെ വലിയ ശത്രുതയുടെ മതിലുകൾ ഈ 2 കുടുംബത്തിനിടയിലും തീർത്തു. 2 പേരുടെയും സമാധാനം നഷ്ടപ്പെട്ടു. രോഗങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ആരോ പറഞ്ഞ ഒരു നിർദ്ദേശമനുസരിച്ച് ഈ വർഗീസേട്ടൻ ധ്യാനത്തിന് പോവുകയാണ്. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാവുകയാണ്. അദ്ദേഹം നേരെ ചെല്ലുന്ന മത്തായിയുടെ വീട്ടിലേക്കാണ്. മത്തായിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ വർഗീസേട്ടൻ പറഞ്ഞു, മത്തായി, നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു എന്നൊക്കെ ശരിയാണ്, നിനക്ക് ആവുന്ന കാലത്ത് തന്നാ മതി, ആവുന്ന കാലത്ത് തന്നാ മതി. എനിക്ക് നിന്നോട് ഒരു വിദ്വേഷവുമില്ല, ഒരു വെറുപ്പുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ വർഗീസേട്ടൻ തിരികെ വീട്ടിലേക്ക് പോയി. മത്തായിക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല. പിറ്റേ ദിവസം മത്തായി ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് തന്നെയായാലും എത്രയും പെട്ടെന്ന് ഈ തുക തിരിച്ചു കൊടുക്കണം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു ചെക്ക് എഴുതി ഈ 50,000 ചെക്ക് ഈ വർഗീസിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ്. ഇന്ന് ലേഖന ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു, പ്രതികാരം കർത്താവിൻ്റെതാണ്. നീ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അങ്ങനെ നീ അവന്റെ തലയിൽ തീക്കനലുകൾ കൂന കൂട്ടും. ഇതാണ് ഈ വർഗീസേട്ടൻ ചെയ്തത്. അദ്ദേഹം ക്ഷമിച്ചപ്പോൾ ആ ശത്രുതയുടെ മതില് അവിടെ തകർന്നു വീണു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശത്രുതയുടെ മതിലുകളുമായി ജീവിക്കുന്ന അനേകരുണ്ട്. അയൽപ്പക്കക്കാരുടെ മധ്യേ, സഹോദരങ്ങളുടെ മധ്യേ, ബന്ധുക്കളുടെ മധ്യേ ഈ ശത്രുതയുടെ പ്രതികാര ചിന്തയുടെ മതിലുമായി ജീവിക്കുന്നവരുണ്ട്. ഈ വലിയ ഭാരം അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ധ്യാനകേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ശാന്തി തേടി പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശത്രുതയുടെ മതിലുകൾ തകർത്താലേ, ശത്രുതയുടെ കല്ല് അത് ഇറക്കി വെച്ചാൽ മാത്രമേ നമുക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ, സമാധാനം ലഭിക്കുകയുള്ളൂ. ശത്രുത, വിദ്വേഷം, പ്രതികാര ചിന്ത നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, തകർക്കുന്ന ഒരു വലിയ തിന്മയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ബലിവേദിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് വേഗം പോയി രമ്യതപ്പെട്ട ശേഷം വന്ന് ബലി അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ശത്രുത, വിദ്വേഷം, ആ തീക്കനലുകളുമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനയാണ്. തന്നെ അന്യായമായി പീഡിപ്പിച്ചവരെ, കുരിശിലേറ്റിയവര്, അവരെ നോക്കി കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമ്മളെ വേദനിപ്പിച്ചവരെ നോക്കി, നമ്മളെ ദ്രോഹിച്ചവരെ നോക്കി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അന്ന് നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മകള് അഴിഞ്ഞു പോകും. ഹല്ലേലൂയ.
അവർക്ക് പറയാം ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ നിരാശകൾ വിട്ടുപോകും, നിന്റെ രോഗങ്ങൾ സുഖപ്പെടും. പ്രിയപ്പെട്ടവരെ, ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും ആ കല്ല് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം, കുരിശിലേക്ക് സമർപ്പിക്കാം. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവം നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരും, നമ്മുടെ രോഗത്തിലേക്ക് കടന്നു വരും. കർത്താവ് നമ്മെ സുഖപ്പെടുത്തും. ഈ ഇരിക്കുന്നവരില് രോഗികളായിട്ടുള്ളവര്, അല്ലെങ്കിൽ കടബാധ്യതയിൽ കഷ്ടപ്പെടുന്നവര്, അല്ലെങ്കിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നവര്, ഇവരോടൊക്കെ കർത്താവ് പറയുന്നത്, നിന്റെ ജീവിതത്തിന്റെ ശത്രുതയുടെ കെട്ടുകൾ അഴിക്കുക. ശത്രുയുടെ കല്ല്, വിദ്വേഷത്തിന്റെ കല്ല് നീ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളെ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ശത്രുതയുടെ കല്ല്, ശത്രുതയുടെ ചങ്ങലകൾ, നമ്മുടെ ഹൃദയത്തിൽ ഭാരത്തോടുകൂടി നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികാര ചിന്തയുടെ കല്ലുകൾ, അത് കുരിശിലേക്ക് സമർപ്പിക്കാം. നീ അത് വിട്ടുകൊടുത്താൽ നിനക്ക് സമാധാനമുണ്ട്. നീ ആ കല്ലും പേറി ജീവിക്കുകയാണെങ്കിൽ നിന്റെ ശത്രുവിനൊന്നും സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, നീ നശിച്ചു പോകും. അതുകൊണ്ട് ശത്രുവിന്റെ കല്ല് നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം. പ്രതികാര ചിന്തയുടെ കല്ല് നമുക്ക് വിട്ടുകൊടുക്കാം. വിദ്വേഷത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു പോകട്ടെ. കർത്താവ് നൽകുന്ന വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളെ ദ്രോഹിച്ചവര്, നമ്മൾ ദ്രോഹിച്ചവര്, നമ്മളെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചവര്, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും ഒന്ന് ഉയർത്താം. കർത്താവിന്റെ അടുത്തേക്ക്, കുരിശിലേക്കൊന്ന് ഉയർത്താം. ഇത് വലിയ വിടുതലിന്റെ നിമിഷങ്ങളാണ്, ഒരു വലിയ കൃപയുടെ നിമിഷങ്ങളാണ്. കർത്താവ്, ഞാൻ ക്ഷമിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ വേദനിപ്പിച്ചവരോട്, നമ്മുടെ സ്വന്തമെന്ന് കരുതിയവര് നമ്മളെ വഞ്ചിച്ചു, നമ്മളെ ചതിച്ചു, നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി. ഇന്ന് നമുക്ക് ക്ഷമിക്കുവാൻ പറ്റുന്നില്ല. താങ്ങാൻ പറ്റാത്ത ഭാരവുമായി ഞാൻ നടക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ, ഈ കുരിശിൻ ചുവട്ടിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ, ഈ വിശുദ്ധ കുർബാന മധ്യേ ഞാനത് സമർപ്പിക്കുകയാണ്. ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ശക്തമായ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശത്രുതയുടെ കല്ലുകൾ, വിദ്വേഷത്തിന്റെ കല്ലുകൾ, ചങ്ങലകൾ, തിന്മകൾ എല്ലാം വിട്ടുപോകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ, ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന.